ഹലോ ഗൈസ്, വെൽക്കം ടു വീഡിയോ. ഇത് നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളിന്ന് സൂപ്പർ ബാലൻഡോറിനെ കുറിച്ച് പോയിന്റ്സ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അതൊരു ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു പ്രൈസാണ്. അതിനെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു സൂപ്പർ ബാലൻഡോർ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞത് അൾട്രാ റെയർ റിവാർഡാണ്. അത് ഈ എക്സ്പെക്ഷണലി റെയർ ഫുട്ബോൾ അവാർഡാണ്. അത് ഫ്രാൻസ് ഫുട്ബോൾ അസോസിയേഷനാണ് ഈ പ്രൈസ് കൊടുക്കുന്നത്. അത് ഒരു പ്രാവശ്യമേ ഒരാൾ ജയിച്ചിട്ടുള്ളൂ. അത് ആൽഫ്രെഡോ ഡി സ്റ്റീഫനോ ആണ്. 1989 അത് ഒരിക്കലേ ജയിച്ചിട്ടുള്ളൂ. അത് ജയിക്കാൻ വേണ്ടി നമ്മൾ 2 റൂൾസ് ഉണ്ട്. ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫുട്ബോൾ പ്ലെയർ 3 ഡെക്കേസിലേക്ക് ബെസ്റ്റ് ഓഫ് ഓൾ ആവണം. എന്നുവെച്ചാൽ 3 ഡെക്കേസിലേക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആവണം. പിന്നെ അവർ അറ്റ്ലീസ്റ്റ് ഒരു ബാലൻഡോറെങ്കിലും ജയിച്ചിരിക്കും. അത് രണ്ടുമാണ്. എന്നാലേ ഈ സൂപ്പർ ബാലൻഡോർ കിട്ടുകയുള്ളൂ. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ചാൽ ഈ ട്രോഫിയുടെ ഡിസൈൻ. അതിൻ്റെ മേലത്തെ ഭാഗം ഒരു സിമിലറാണ് ഈ ഒരു ബാലൻഡോറിൻ്റെ ഒരു ബോൾ പോലെയുണ്ട്. ബട്ട് അതിൻ്റെ വെളിയിലത്തെ റെഡ് കളർ സ്റ്റോൺ ഉണ്ട്. അത് റൂബി ആണെന്നാണ് പറയുന്നത്. ബട്ട് അറിയത്തില്ല. ഇത് മിക്കവാറും റൂബി ആയിരിക്കണം എന്നാണ് എൻ്റെയും വിശ്വാസം. അത് ഒരു ട്രോഫി പോലെ ഒരു ക്രിക്കറ്റിൻ്റെ മറ്റേ ICCയുടെ ഒരു കപ്പിൻ്റെ കൂട്ട് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരിയും കൂടെ ഒരു വലിയ ബോളും അതിൻ്റെ ഈ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതിനെ കവർ ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് സാധനമില്ലേ, കർവ് ചെയ്ത് കവർ ചെയ്യുന്നത്, അത് ഒരു റൂബി പോലെ ഇരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ വാല്യൂ, അതിന് ഒരു വാല്യൂ ഇല്ല. അത് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് റിവാർഡാണ് ഈ ലോകത്തിൽ, അങ്ങനെയാണ് പറയുന്നത്. അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ ഇനിയും കമൻറ്റ് ഇടുക, മെസ്സി ആണോ റൊണാൾഡോ ആണോ ഇനിയും സൂപ്പർ ബാലൻഡോർ ജയിക്കുക. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.